നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 413th day. Today 13th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 413 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 413 ദിവസം 6ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ശോധനം മാർജനം ഭൂമേർ ലേപനം ധാതുമണ്ഡനം ഗ്രഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണ നിവേശയേത്. ഓം തത്സത്. ശോധനം മാർജനം ഭൂമേർ ലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണ നിവേശയേത്. ഓം തത്സത്. ഈ കഥ നടത്തുന്ന സ്ഥലത്ത് കാടുകളിലും നദീതീരത്തുമാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള കട്ടിലുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല. അമ്മിക്കല്ലൊക്കെ അങ്ങ് ഗൃഹത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള അമ്മിക്കല്ല് ഇതൊക്കെ മാറ്റി ഒരു മൂലയിലേക്ക് ഇടണം. അതല്ലാതെ കഥാപ്രസംഗം നടത്തുന്ന സ്ഥാനം വേണ്ടതുപോലെ ശോധനം ചെയ്ത് മാർജനം, അതായത് പഞ്ചഗവ്യങ്ങളെ കൊണ്ട് നന്നായി ശുദ്ധി വരുത്തണം. അതിനുശേഷം ലേപനം ചെയ്യണം, അതായത് ചാണം കൊണ്ട് പഞ്ചഗവ്യാദികളെ കൊണ്ട് ശുദ്ധി വരുത്തി ഗോമയം തേച്ച്, അതായത് ചാണം തേച്ച് നന്നായി വൃത്തിയാക്കണം. അതിനുശേഷം പൊടികളെ കൊണ്ട് മഞ്ഞപ്പൊടി, അരിപ്പൊടി ഇവയെ കൊണ്ട് കോലം മുതലിട്ട് അലങ്കരിക്കണം. അങ്ങനെ ആ വനത്തിലായാലും ഗൃഹത്തിലായാലും ഇതൊക്കെ ചെയ്യണം. അതിനുശേഷം ഗൃഹത്തിലാണെങ്കിൽ ആ ഗൃഹത്തിൽ ആ ഭാഗത്തുള്ള കട്ടിൽ, പീഠം, അമ്മിക്കല്ല്, മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നും മാറ്റി ഒരു ഗൃഹത്തിൻ്റെ മൂലയിൽ ഗൃഹകോണ നിവേശയിൽ, ഗൃഹത്തിൻ്റെ ഒരു കോണിൽ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വായനാ സ്ഥലത്തിൻ്റെ ഭാഗത്തു നിന്നും അത് നീക്കി വീടിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ ആണ് ഒരു സപ്താഹത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ സനകാദികൾ പറഞ്ഞു തരുന്നത്. സപ്താഹം നടത്തുന്നതിന് മുൻപേ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ വിളിക്കണം, എങ്ങനെയൊക്കെ വിളിക്കണം, ക്ഷണക്കത്തിൽ എങ്ങനെയൊക്കെ എഴുതണം, ആ സ്ഥലത്ത് ഏതൊക്കെ സ്ഥലത്ത് നടത്താം, ആ നടത്തുന്ന സ്ഥലം എങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഏകദേശം 100-ലധികം ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിന്. ഓരോന്നും ഈ സപ്താഹം നടത്തുന്നതിൻ്റെ മുഖ്യത്വത്തെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് സപ്താഹം പാരായണം ചെയ്യേണ്ടത്, നടത്തേണ്ടത് എന്നുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശോധനം മാർജനം ഭൂമേർ ലേപനം ധാതുമണ്ഡനം ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണ നിവേശയേത്. ഓം നിവേശയേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.